എങ്ങനെയാണ് ഗുലാബ് ജാം ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ജാറിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയ ബ്രെഡ് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് നല്ലതുപോലെ പൊടിച്ചെടുക്കുക. ഇതിനി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. വീണ്ടും പാലൊഴിച്ച് പുട്ടിനൊക്കെ കുഴക്കും പോലെ കുഴച്ചെടുക്കുക. ഇതിൽ നിന്നും കുറച്ചെടുത്ത് ഉരുട്ടി ബോൾസാക്കി മാറ്റി വെക്കുക. ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ ഓരോന്നും ഇട്ട് കൊടുക്കുക. ഇത് കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇത് മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റാം. ഇനി സ്റ്റൗവിലേക്കൊരു ഫ്രൈ പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളവും ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഏലക്കാപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി സ്റ്റൗ ഓഫാക്കിയ ശേഷം നേരത്തെ ഫ്രൈ ചെയ്ത ആ ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 1 മണിക്കൂറിന് ശേഷം ഇത് കഴിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഗുലാബ് ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.